ഹലോ ഗൈസ്, ഞാൻ കോഴിക്കോടിലെ മിംസ് ഹോസ്പിറ്റലിലോട്ടാണ് കേട്ടോ പോകുന്നത്. ഞങ്ങൾ ഇന്ന് രാവിലെ 6 മണിക്ക് ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ. വൈത്തിരി മുതൽ ഭയങ്കര കോടയായിരുന്നു കേട്ടോ. ഡ്രൈവ് ചെയ്യാൻ പറ്റാത്ത വിധം മഞ്ഞും മൂടി കിടക്കായിരുന്നേ. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം ചുരത്തിൽ സമയം ചെലവഴിച്ചു. ചുരം കാണാൻ ഭയങ്കര രസമായിരുന്നു. താഴെ ആകാശം, മേലെ ആകാശം, ഞങ്ങൾ നടുക്കും. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങളത് നന്നായിട്ട് ആസ്വദിച്ചു. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിയിട്ടോ. ഞങ്ങൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ടൈം 11:15 അങ്ങനെ ഞങ്ങൾ റിസപ്ഷനിലൊക്കെ പോയിട്ട് എൻക്വയറി ഒക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ ഡോക്ടർ വരുന്ന ടൈമിനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണേ. ഞാനും ഉപ്പച്ചിയും മാമനും അജിയും കൂടിയാണ് കേട്ടോ വന്നിരിക്കുന്നത്. കാസർഗോഡുള്ള മാമനും വരുന്നുണ്ട് കേട്ടോ. മാമനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മാമൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അപ്പോഴത്തേക്കും മൊബൈലിൽ ചാർജ് കുറഞ്ഞുപോയി. ഇവിടെ ഒരു അങ്കിള് നന്നായിട്ട് മ്യൂസിക് വായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനത് ആസ്വദിച്ചു. ഒരുപാട് നേരം ഞങ്ങൾ ഡോക്ടറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു കേട്ടോ. അങ്ങനെ ഡോക്ടറിനൊക്കെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയേ. ചാർജ് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ആ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. കൺസൾട്ടേഷനൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കോഴിക്കോട് നിന്ന് ഇറങ്ങുമ്പോൾ 6 മണിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടൊരു റെസ്റ്റോറൻറ്റിൽ എത്തി കേട്ടോ. നല്ല മഴ ഇരുന്നുകൊണ്ട് എല്ലാ ടേബിളും നനഞ്ഞുകൊണ്ട് എനിക്ക് സീനറി ഉള്ള സ്ഥലത്ത് ഇരിക്കാൻ പറ്റിയില്ല. അങ്ങനെ നടുക്കുള്ളൊരു ടേബിളിൽ ഞങ്ങൾ ഇരുന്നേ. അൽഫാമിന് ഞങ്ങൾ ഓർഡർ ചെയ്തു കേട്ടോ. അൽഫാമിന് ഓർഡർ ചെയ്ത ശേഷം ഞങ്ങൾ കട്ട വെയിറ്റിങ്ങിലായിരുന്നു. ബീച്ചിലൊക്കെ പോകാൻ പ്ലാനൊക്കെ ഇട്ടിട്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് വന്നത്. പക്ഷെ മഴ ആയതുകൊണ്ട് എവിടെയും പോകാൻ പറ്റിയില്ല. വെയിറ്റർ വന്നിട്ട് പിന്നെയും എന്തെങ്കിലുമൊക്കെ വേണമെന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ ഹോസ്പിറ്റൽ ക്യാൻറ്റീനിൽ ഫുഡ് കഴിച്ചിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്കിനി അധികമൊന്നും വേണ്ടായിരുന്നു. കട്ട വെയിറ്റിങ്ങിലായതുകൊണ്ട് അജി നന്നായിട്ട് ബോറടിച്ചിട്ടുണ്ട്. അങ്ങനെ വെയിറ്റർ എത്തി ഞങ്ങളുടെ പ്ലേറ്റൊക്കെ നിരത്തി തന്നു കേട്ടോ. അങ്ങനെ ഉപ്പച്ചീൻ്റെ ഫുഡ് വന്നേ. ഉപ്പച്ചി വെജ് മാത്രമാണ് കേട്ടോ കഴിക്കുള്ളൂ. ഉപ്പച്ചി കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഉപ്പച്ചിക്ക് വെജിറ്റേറിയനാണ് ഇഷ്ടം. ഞങ്ങളുടെ അൽഫാം വന്നു കേട്ടോ. ഞങ്ങളത് കഴിക്കാൻ തുടങ്ങി. വലിയ പീസ് നോക്കിയിട്ട് അജ്ജി എടുത്തു കേട്ടോ. അങ്ങനെ ഞാൻ സോസൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാൻ തുടങ്ങി കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള അൽഫാമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ച് ആ ഫുഡ് കഴിച്ചു. അജ്ജിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട ലക്ഷണമൊക്കെ ഉണ്ട്. മാമനും ഫുഡ് നല്ലോണം ഇഷ്ടമായി കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയേ. ഇറങ്ങുമ്പോൾ ചെറിയ മഴയായിരുന്നു കേട്ടോ. പക്ഷെ വണ്ടിയിൽ കയറിയപ്പോൾ നല്ല മഴ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ഇരുന്നുകൊണ്ട് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ 1 മണിയൊക്കെ ആയി കേട്ടോ. 6 മണിക്ക് ഇറങ്ങിയതാ. കോഴിക്കോട് സിറ്റി മുതൽ ബ്ലോക്ക് തുടങ്ങിയിട്ട് വയനാട് ചുരം കഴിയുന്ന വരെ ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഇതിലും വേഗം നടന്നു വരുന്നതായിരുന്നു എന്ന് തോന്നിപ്പോയി. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.